ദേവാനാം അസുരാണാം ച രാജ്ഞാമഥ ച കുടുംബിനാം ലോകവൃത്താനുകരണം നാട്യമിത്യഭിധീയതേ. ഭരതമുനി, നമ്മുടെ ഭരതമുനി, സിനിമാ പാട്ടിലെ ഭരതമുനി, നാടകത്തിന് നിർവചനം കൊടുക്കുകയാണ് അദ്ദേഹം. ദേവാനാം അസുരാണാം ച രാജ്ഞാമഥ ച കുടുംബിനാം. കുടുംബം എന്ന് വെച്ചാൽ സാധാരണക്കാർ. സാധാരണക്കാരുടെ ജീവിതമാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. ദേവന്മാരുടെ ജീവിതവും നാടകത്തിൻ്റെ ഇതിവൃത്തമാക്കാം എന്ന് വെച്ചെന്നാൽ ഉന്നത ശ്രേണിയിൽ ജീവിക്കുന്ന ആളുകൾ, രാമനെ പോലുള്ളവർ. അസുരാണാം ച, അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും ജീവിതവും നാടകത്തിന് ഇതിവൃത്തമാക്കാം. അങ്ങനത്തെ ലോകവൃത്തം, ലോകകഥ, അതിൻ്റെ അനുകരണം, അതിൻ്റെ ഇമിറ്റേഷൻ. ഇമിറ്റേഷൻ എന്താണ്? അരിസ്റ്റോട്ടിൽ പറയുന്ന അർത്ഥം ക്രിയേറ്റീവ് റിപ്രൊഡക്ഷൻ ഓഫ് ലൈഫ് എന്ന ഭാവനാത്മകമായ ആവിഷ്കരണമാണ്. അപ്പോൾ ലോകവൃത്തത്തിൻ്റെ, ലോകജീവിതത്തിൻ്റെ ഭാവനാത്മകമായ അനുകരണമാണ് എന്ത്? നാടകം. ഇതുകൊണ്ട് എന്ത് കിട്ടും? വിശ്രാമജനകം ലോകേ നാട്യമിത്യഭിധീയതേ. ഇത് വിശ്രാമജനകമാണ്. പരമമായ വിശ്രാന്തി മനുഷ്യൻ്റെ ഹൃദയത്തിന് നൽകുന്നതാണ്. നിങ്ങൾ നാടകം കണ്ടു കഴിയുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഹൃദയത്തിൽ പരമമായ ശാന്തി ലഭിക്കും. അതെന്തുകൊണ്ടാണ് ലഭിക്കുന്നത്? സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം സമാധി കൊണ്ട് ലഭിക്കുന്ന പരമമായ ശാന്തിക്ക് തുല്യമായ അതുകൊണ്ട് ബ്രഹ്മാനന്ദ സഹോദരമാണ് എന്നുകൂടി പറയും. ബ്രഹ്മാനന്ദത്തിന് തുല്യമായ ഒരു ആനന്ദത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പരമമായ വൈകാരിക ഉപശമം എന്തിൽ സംഭവിക്കും? ഈ നാടകത്തിൻ്റെ ആസ്വാദനം. നാട്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇറ്റ് ഈസ് എൻ ഈസ്തറ്റിക്കൽ വർക്ക്. അതൊരു സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥമാണ്. അതൊരു എല്ലാ കലകളെയും സംബന്ധിക്കുന്ന, ലളിത കലകളെയെല്ലാം സംബന്ധിക്കുന്ന ഒരു ശാസ്ത്രഗ്രന്ഥമാണ്. അല്ല നാട്യമോ നാടകമോ ദൃശ്യകലകളെയോ മാത്രം സംബന്ധിക്കുന്നതല്ല. എല്ലാ തരത്തിലുള്ള സൗന്ദര്യശാസ്ത്ര സംബന്ധമായ ആശയങ്ങൾ പ്രതിപാദിക്കുന്ന, ശാസ്ത്രീയ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. ഒരു സമഗ്രമായ നിരൂപക പ്രതിഭയായിരുന്നു ആരുടേത്? ഭരതമുനിയുടേത്. അതിൽ അദ്ദേഹം പറയും, വിശ്രാമജനകം ലോകേ നാട്യമിത്യഭിധീയതേ. ഈ നാട്യമുണ്ടല്ലോ, ഈ ദൃശ്യകലകൾ, നാട്യം എന്ന് വെച്ചാൽ ദൃശ്യകലകൾ എന്നാണ് അർത്ഥം. അല്ല നാട്യശാസ്ത്രം വിവർത്തനം ചെയ്തിരിക്കുന്നവരോ അതിന് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നവരോ പറയുന്നത് പോലെയല്ല അതിൻ്റെ സത്യം ഇരിക്കുന്നത്. അപ്പോൾ നാടകം കാണുമ്പോഴും അല്ലെങ്കിൽ ഏത് കല കാണുമ്പോഴും ഏത് കൃതി വായിക്കുമ്പോഴും സംഭവിക്കുന്നത് നമുക്ക് പരമമായ വിശ്രാന്തി ലഭിക്കുക എന്നതാണ്.